ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് മോളൂസിന് സ്കൂളില്ല. മറ്റന്നാളാണ് എക്സാമുള്ളത്. ലാസ്റ്റ് എക്സാമാണ് മറ്റന്നാൾ. അപ്പോൾ ഓള് കുളിച്ചൊക്കെ ഫ്രഷായി. അപ്പം ഫോണിനെ കുറച്ച് കച്ചറൊക്കെ കൂടി ഞാൻ കൊടുത്തില്ല. അപ്പോൾ ലാസ്റ്റ് സൈ കെട്ട് ചിത്രമൊക്കെ വരയ്ക്കുകയാണ്. അപ്പം അവിടെ ആദമിനെയും ഓളി കുറച്ച് നേരത്തെ കുളിപ്പിച്ച. നേരത്തെ പറഞ്ഞാൽ ഒരു 11:30-12 ആയിന് കേട്ടോ. അപ്പം എന്നോട് ഞാൻ എന്തോ സ്പെല്ലിംഗ് ഒക്കെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നുണ്ട് അവൾക്ക് ഞാൻ ചിത്രം വരച്ചിട്ട് അതിൻ്റെ മുകളിൽ എഴുതാനാണ്. അപ്പം ആദമ് വന്ന് പാല് കുടിക്കുന്നുണ്ട്. ചിട്ട് അവൻ പോകുന്നുണ്ട് കണ്ടോ. മകയാൽ തൊള്ളിൽ നിന്ന് പാല് തുപ്പും. ഞാനിങ്ങനെ നിലത്ത് ഇങ്ങനെ കിടന്നാൽ പിന്നെ ഓനക്ക് ഉസാറായി പാൽ കുടിക്കാൻ. പാൽ ഒരു മുറുക്ക് കുടിക്കുക, പിന്നെ പോവാം. അപ്പോൾ കുടിച്ചാണ്ട് കിടന്ന് മലർന്ന് കൂത്തർന്നൊക്കെ കുടിച്ച അങ്ങനെ കുടിക്കും. എപ്പോഴും പാൽ കുടിക്കിട്ടോ. അതുകൊണ്ട് നല്ല എന്താ എപ്പോഴും പാൽ കൊടുത്താലുണ്ടല്ലോ നമുക്ക് പാൽ നല്ല ഉണ്ടാവും ചെയ്യും. അതന്നത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, പാൽ കൊടുത്താൽ ഏറ്റവും നല്ല ബെറ്ററാണ്. ചില അമ്മമാർ പറയും എനിക്ക് തീരെ പാലില്ല എന്നിട്ട് പാൽ കൊടുക്കൂല ചിലവർ. പക്ഷെ നമ്മൾ പാൽ എപ്പോഴും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും പാൽ കൊടുത്ത് കുട്ടികൾ വലിച്ചു കുടിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പാലുണ്ടാവും. പിന്നെ നല്ല തേങ്ങരച്ച കറിയൊക്കെ കൂട്ടി തിന്നു. നല്ല തേങ്ങരച്ചൊക്കെ കൂട്ടി തിന്നു. എനിക്ക് നല്ല കറി വേണം. ചൂട്ടിക്കായൽ നല്ല ഫുഡൊക്കെ കൂട്ടുക, ചോറും കറിയൊക്കെ. അപ്പോൾ ഇന്നെന്തോ എന്തിനും വെള്ളരി തേങ്ങരച്ച കറിയാണ്. അപ്പം നല്ല പാലുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഓളെ കളിക്കാൻ വിളിക്കുന്നുണ്ട്. വീണോട്ടോ. അതും ഞാൻ വോയിസ് എടുക്കുമ്പോൾ ആദമ ഇവിടെ പറ്റിപ്പിടിച്ച് കയറൽ തുടങ്ങി. അതിന് പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് വെച്ചതാണ് കേട്ടോ. ടോയ്സ് ഞാൻ പരത്താൻ സമ്മതിച്ചിട്ടില്ല. കയ്യൂല പൊറിക്കേക്കാൻ കഴിയുന്നില്ല. ആരെങ്കിലും അപ്പം എന്ത് ചെയ്യും, നമ്മളെ വരേക്ക് ഇറ്റിപ്പിയും. വീട് എപ്പോഴാണോ പറ്റേ വൃത്തിയില്ലാതെ കിടക്കണം അപ്പോഴാക്കരം എല്ലാവരും വരിക. നമ്മളെല്ലാം ഒതുക്കി വെച്ച് ക്ലീനാക്കി വെക്കുമ്പോഴോ ആരും വരില്ല. ഇന്നൊക്കെ ക്ലീനാക്കി വെച്ചത് കേട്ടോ. മോളൂസ് ഭാവമാണ്. കുറേ നേരമായി കുത്തുന്ന് വരയ്ക്കണം. ഭയങ്കര ചൂടാണ് കേട്ടോ. ഫാൻ ഇട്ടും ഒരിതില്ല. പിന്നെയും ഏറ്റവും കൂടുതൽ കാറ്റ് ഈ ഡെനിങ്ങാലത്തെ ഫാനാണ്. റൂമത്തെ ഫാനൊന്നും ഈ ഫാനിൻ്റെ അയലത്തെത്തൂല. നമ്മളെന്താ അയലത്തെത്തൂല പറയില്ല, അടുത്തു കൂടിയും പോകില്ല. അപ്പം ജാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ടോ. ഗ്ലാസ് പോലെ നമ്മളെ മിറർ പോലെ തിളങ്ങുകയാണ്, വെട്ടി തിളങ്ങുന്നുണ്ട്. വെയിൽ അമ്മാതിരി വെയിലാണ്. ഞാൻ കുളിച്ചിട്ടില്ല. കുളിച്ചുകൊണ്ടുള്ള മാക്സിയാണിത്. ആടുത്ത് കീഴ്പോട്ടിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഓൻ്റെ തലയും ഒന്ന് അവിടെ വാഷ് ബേസിനിൽ മുട്ടി കരഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഐസൊക്കെ വെച്ച് അതൊക്കെ റെഡി ആയിട്ടോ. മോളൂസ് കുത്തന്ന് ചിത്രം വരയ്ക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ ഫോണ് കൊച്ചിനെ കണ്ട് ലൈറ്റിങ് വരുന്നപ്പോഴേ അതിന് ഫോണുമ്മക്ക് വന്ന് അപ്പോൾ ശ്രദ്ധ മാറ്റി നോക്കി. പക്ഷെ ശ്രദ്ധ മാറുന്നില്ല. ഫോണ് പിടിച്ച് വലിക്കുകയാണ്. എനിക്ക് കരയുന്നുണ്ട് ഫോൺ കൊടുക്കാനിട്ട്. എല്ലാവർക്കും ഫോണായാൽ മതി. ഉണ്ടോ ഇടയിൽ കൂടെ ഫോണിന് വരുന്നുണ്ട്. ഫോൺ കിട്ടിയാൽ പിന്നെ അത് കാണില്ല കേട്ടോ. എടുത്ത് കയറിയ ബാക്കിക്കാണ്ട് കയറി ഒറ്റ കയറില്ല. എൻ്റെ ഏറിയലുണ്ടാ ഫുള്ള് ബാക്കിക്കാണ്. എൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് മൊത്തം പോയി. പിന്നെ ക്യാമറ വലിയ ക്ലിയറൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് പിന്നെ ഓള് ചിത്രമൊക്കെ വരച്ചാണ്ട് എനിക്ക് കാണിച്ചു തരികയാണ്. കമ്പ്യൂട്ടർ വരച്ചതാണ്. അങ്ങനെ സൂപ്പറായി എന്നൊക്കെ പറഞ്ഞാണ്ട് അടിപൊളിയാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒന്ന് മൂച്ചുമ്പോൾ കയറ്റിയാൽ ഒന്നും കൂടി ചിത്രം വരയ്ക്കും. പിന്നെ ആദമിനിപ്പോൾ ഈ ഡോറ് തുറക്കണം. ഈ ഡോറ് തുറന്നാലേ പുറത്ത് പോകാൻ പറ്റുള്ളൂ. അതിനും കുറേ ഇടങ്ങാറാവും കേട്ടോ. കുറേ മുട്ടിയൊക്കെ ഉണ്ട്, കുറേ ഇതാക്കുന്നുണ്ട്. പക്ഷെ സംഭവം കുറച്ച് മുന്നൊക്കെ ഭയങ്കര കച്ചറയും. അപ്പോഴത്തേക്കും മറ്റുള്ള വേറെ ബട്ടർഫ്ലൈ ഒക്കെ വരച്ചാണ്ട് കാണിച്ചെന്ന് അവൾ വരച്ച ചിത്രങ്ങളാണ് ഇതൊക്കെ. അത് നല്ല രസമുണ്ട്, സൂപ്പറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അമ്മച്ചി വീഡിയോ എടുക്കാച്ച് ഇങ്ങനെ മറിച്ചുകൊണ്ടാകെ പറഞ്ഞത്. അപ്പോൾ ഞാൻ മറിച്ചിടാൻ വേണ്ടി നിന്നോ. അപ്പോൾ തന്നെ അതോ പിന്നെ സെക്കൻഡ്
ഞാൻ ഉണ്ടോ നെറ്റി അവിടെ മുഴച്ചതുണ്ടോ, നെറ്റിയെല്ലാം മുഴച്ചുണ്ട്. വാഷ് ബേസിമിൽ തല